ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. സൈപ്രോയിൽ ARS മൈക്രോബയോളജി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. നമുക്കതിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യാം. ആർക്കൊക്കെ ആയിരിക്കും ARS മൈക്രോബയോളജി എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത്? ആർക്കൊക്കെ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ആരാണിത് കണ്ടക്ട് ചെയ്യുന്നത്? ICAR ആണ് നമ്മുടെ ARS നെറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സബ്ജക്റ്റാണ് മൈക്രോബയോളജി. അപ്പോൾ അഗ്രികൾച്ചറൽ മൈക്രോബയോളജി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് MSc മൈക്രോബയോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നെറ്റ് കിട്ടും. ഓക്കെ, ARS നെറ്റ് എന്നാണ് പറയുന്നത് അത് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാമിനേഷൻ. ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്മൾ CSI ഇറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുമല്ലോ. പക്ഷെ നമുക്ക് ARS നെറ്റ് മൈക്രോബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് നോക്കാം. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. ARS നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് ഈ ARS എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ റിസർച്ച് സർവീസ് ആണ്. അതായത് ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ള ഒരു എക്സാമിനേഷൻ കൂടിയാണ് ARS നെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആകാനാണ് ഇഷ്ടമെങ്കിൽ ARSന് അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്കും എന്താണ്, നമുക്ക് 2 കാറ്റഗറിയോട് വെക്കും. ARS നെറ്റ് ആണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ARS ഓൺലി എന്നുള്ള രീതിയിൽ, അതായത് സയൻറ്റിസ്റ്റ് പൊസിഷൻ ആണോ നിങ്ങൾ നോക്കുന്നത്, നെറ്റ് ആണോ, അല്ലെങ്കിൽ ബോത്ത് എന്നുള്ള ഓപ്ഷൻ വെക്കാം. അപ്പോൾ നമുക്ക് നെറ്റ് ആണെങ്കിൽ നെറ്റ് മാത്രം, അതായത് നമുക്കൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും, അത് ഒബ്ജക്റ്റീവ് ആണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അവാർഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സയൻറ്റിസ്റ്റ് പോസ്റ്റിനാണ് നോക്കണമെങ്കിൽ ഇതേ സിലബസ് തന്നെയായിരിക്കും. എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. നമുക്ക് 2 മാർക്ക്, അതുപോലെ തന്നെ 5 മാർക്ക്, പിന്നെ 10 മാർക്ക്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പ്രിലിമിനറി നമുക്ക് ഇവിടെ തന്നെ വെച്ചായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ ആയിരിക്കും എക്സാമിനേഷൻ. നമുക്ക് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അത് സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് അത് ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻ വെക്കാം. അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടാവും. അതായത് ഫസ്റ്റുള്ള പ്രിലിമിനറി പാസ്സായെങ്കിൽ നെറ്റ് മാത്രം മതിയുള്ളവർക്ക് മാത്രം വെച്ചേക്കുന്ന ആളുകൾക്ക് നെറ്റ് കിട്ടും. ഇനി ARSനാണെങ്കിൽ അവർക്ക് അടുത്ത ഒരു സെക്ഷൻ എക്സാമിനേഷനും കൂടി ഉണ്ട്. അത് എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ മൈക്രോബയോളജിയുടെ സിലബസ് നോക്കാം. അപ്പോൾ സിലബസ് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് മൈക്രോബിയൽ വേൾഡ്. അതിൽ നമ്മൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ആദ്യം തൊട്ടേ എന്തൊക്കെയാണ് നമ്മുടെ ലിവൻഹോക്ക് എന്താണ് ചെയ്തത്, ജോസഫ് ലിസ്റ്റർ, നമ്മുടെ ലൂയിസ് പാസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ എവല്യൂഷൻ ഓഫ് മൈക്രോബിയൽ ലൈഫ്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, പിന്നെ നമുക്ക് പ്രോക്യാരിയോട്സ്, നമ്മൾ ബാക്ടീരിയനെ പറ്റി ഫുള്ള് പഠിക്കണം അല്ലേ. അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ആർക്കി ബാക്ടീരിയ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. യൂക്യാരിയോട്സ്, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡിഫറൻസ് ഒക്കെ പഠിക്കണം. പിന്നെ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. നമുക്ക് സ്റ്റെയിനിങ് ഉണ്ടാവും, ബയോകെമിസ്ട്രി ഉണ്ടാവും അല്ലെ, പല പല ടെക്നിക്സ്. പിന്നെ നമുക്ക് മോളിക്കുലർ ബയോളജി ടെക്നിക്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഓഫ് പ്രോക്യാരിയോട്സ്. അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഏതൊക്കെയാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, കീമോ ഓട്ടോട്രോപിക് ബാക്ടീരിയ, സ്പോർ ഫോമിംഗ് ബാക്ടീരിയ, ആക്ടിനോമൈസറ്റീസ്, ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ, നൈട്രോ ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ഹാലോഫൈൽസ്, തെർമോഫൈൽസ്, അസിഡോഫൈൽസ്, പിന്നെ മെത്തനോജൻസ്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന നമ്മുടെ ആർക്കിയനെയൊക്കെ നമുക്കിവിടെ പഠിക്കേണ്ടി വരും. പിന്നെ നമുക്ക് വൈറോളജി പഠിക്കാനുണ്ട്. സ്ട്രക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ്, ബാക്ടീരിയോഫേജ്, സൈനോഫേജ്, മൈക്കോഫേജ്, പിന്നെ ഗ്രോത്ത് ഓഫ് വൈറസ്, ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ, പ്ലാന്റ് വൈറസ് പഠിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ എപ്പോഴും ഒരു മൈക്രോബയോളജി ലെവലിൽ എപ്പോഴും പ്ലാന്റ് വൈറസ് നമ്മൾ പഠിക്കാറില്ല. പ്ലാന്റ് വൈറസും കൂടെ പഠിക്കണം. വൈറോയിഡ്സ്, പ്രിയോൺസ് ആൻഡ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് യൂണിറ്റ് 1 വരുന്നത്. ഇനി യൂണിറ്റ് 2 എന്ന് പറയുന്നത് മൈക്രോബിയൽ എക്കോളജി ആൻഡ് ഫിസിയോളജി ആണ് വരുന്നത്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബിയൽ എക്കോളജി, നമ്മുടെ മൈക്രോബയോളജി ഓഫ് എക്കോസിസ്റ്റം, അതിൽ നമ്മുടെ സോയിലാണ് വരുന്നത് അല്ലേ. റൈസോസ്ഫിയർ, റൈസോപ്ലെയിൻ, എൻഡോ റൈസോഫിയർ, ഫില്ലോസ്ഫിയർ. പിന്നെ നമുക്ക് വാട്ടർ മൈക്രോബയോളജി, ഫ്രഷ് വാട്ടറും മറൈൻ വാട്ടറും, എയർ മൈക്രോബയോളജി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ സിംബയോസിസ്, സിനർജിസം, കെമൻസാലിസം, പാരസിറ്റിസം, അമൻസാലിസം, പിന്നെ ആൻറ്റഗോണിസം ആൻഡ് പ്രിഡേഷൻ.
ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അഡാപ്റ്റേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു വേരിയസ് എക്കോസിസ്റ്റം, പിന്നെ മൈക്രോബിയൽ ഗ്രോത്തും ഗ്രോത്ത് കർവും, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഗ്രോത്ത്, എന്തൊക്കെ പഠിക്കണം, കണ്ടിന്യൂസ് ആൻഡ് ബാച്ച് കൾച്ചർ, ഡയോക്സിക് ആൻഡ് സിൻക്രോണസ് ഗ്രോത്ത്, അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോബിയൽ ന്യൂട്രീഷൻ പഠിക്കാനുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെറ്റബോളിസം പഠിക്കാനുണ്ട്. അതൊരു വലിയ ടോപ്പിക്കാണ്. ബയോകെമിസ്ട്രി ഫുള്ളും നമുക്ക് അവിടെ പഠിക്കണം. നമുക്ക് ഗ്ലൈക്കോളൈസിസ്, TCA സൈക്കിൾ, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഈ ബാക്ടീരിയൽ മെറ്റബോളിസത്തിൽ വരുന്നുണ്ട്. കുറേ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ലിപ്പിഡിൻ്റെ ബയോസിന്തസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെ കാറ്റബോളിസം, അനബോളിസം എല്ലാം നമുക്ക് പഠിക്കണം. എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മെറ്റബോളിക് പാത്വേസ് പഠിക്കാനുണ്ട്. മൈക്രോബിയൽ ഫോട്ടോസിന്തസിസ്, അതൊരു എക്സ്ട്രാ വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഓക്സിഡേറ്റീവ് ആൻഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ, മെറ്റബോളിസം ഓഫ് സീനോബയോട്ടിക്സ്, ഇത് നമ്മൾ സാധാരണ എപ്പോഴും നോക്കുന്നതല്ല. ഓക്കെ, പിന്നെ മെറ്റബോളിസം ഓഫ് C1 കോമ്പൗണ്ട്സ്, അതൊക്കെ പഠിക്കണം. ബയോസിന്തസിസ് ഓഫ് സെൽ വാൾ, പ്രോട്ടീൻ, മാക്രോ മോളിക്യൂൾസ് ഒക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അതായത് മൈക്രോബയോട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ മോളിക്കുലാർ മൈക്രോബിയൽ എക്കോളജി പഠിക്കണം. ന്യൂമറിക്കൽ ആൻഡ് മോളിക്കുലാർ ടാക്സോണമി ആൻഡ് ഐഡന്റിഫിക്കേഷൻ, അതൊക്കെ അതിൽ വരുന്നതാണ്. അടുത്തത് സോയിൽ മൈക്രോബയോളജി. ഓക്കെ, സോയിൽ മൈക്രോബയോളജിയിൽ സോയിൽ മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഗ്രൂപ്പാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ, സോയിൽ ഹെൽത്ത്, അതൊക്കെ പഠിക്കണം. പിന്നെ റൂട്ട് എക്സ്യുഡേറ്റ്സ്, അതായത് റൈസോ ഡിപ്പോസിഷൻ ആൻഡ് റൈസോഫിയർ എഫക്ട്. പിന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് റൈസോഫിയർ മൈക്രോഫ്ലോറ ഫോർ പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യം, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. മൈക്രോബിയൽ ബയോമാസ് പഠിക്കണം. നൈട്രജൻ സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, പിന്നെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ പഠിക്കണം. പിന്നെ അതിൻ്റെ തന്നെ ബയോകെമിസ്ട്രി ആൻഡ് ജനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ജീൻസ് ഒക്കെ ഏതൊക്കെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. പിന്നെ മൈക്രോബിയൽ ട്രാൻസ്ഫോർമേഷൻസ്, അതായത് എന്ത് മൈക്രോബ്സ് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൺവേർട്ട് ചെയ്യുന്നത്, അത് ഫോസ്ഫറസിൻ്റെ, പൊട്ടാസ്യം, സൾഫർ ആൻഡ് അതർ മൈനർ ന്യൂട്രിയൻസിൻ്റെ എല്ലാം നമുക്ക് പഠിക്കണം. ഇതൊക്കെ സോയിലായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് മിക്ക ന്യൂട്രിയൻറ്റിൻ്റെയും ഈ മൈക്രോബിയൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പഠിക്കണം. പിന്നെ റോൾ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ളൊക്കെ കാര്യം പഠിക്കണം. റോൾ ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി. പിന്നെ മൈക്കോറൈസ ആൻഡ് ദെയർ അസോസിയേഷൻ. പിന്നെ ഫോർമേഷൻ ആൻഡ് കമ്പോസിഷൻ ഓഫ് സോയിൽ ഓർഗാനിക് മാറ്റർ. ഓക്കെ, അതിൽ നമുക്ക് ഫെറുലിക് ആസിഡ്, ഫൾവിക് ആസിഡ് ആൻഡ് ഹ്യൂമിക് ആസിഡിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആൻഡ് ബേസിക് മൈക്രോബിയൽ ടെക്നിക്സ്, അതായത് നമ്മൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു മൈക്രോബിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉണ്ടല്ലോ, സ്റ്റെറിലൈസേഷൻ, ഫിസിക്കൽ, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ പലതരത്തിലുള്ള മൈക്രോസ്കോപ്പി പഠിക്കണം. ഒപ്റ്റിക്കൽ, ബ്രൈറ്റ് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ് പഠിക്കണം. പിന്നെ ഫ്ലൂറസെന്റ്, ഡാർക്ക് ഫീൽഡ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ മൈക്രോബിയൽ അസേ ഓഫ് വൈറ്റമിൻസ്, എൻസൈംസ്, ആൻറ്റിബയോട്ടിക്സ്, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോബിൻ്റെ പേരുകളെല്ലാം. പിന്നെ സോയിൽ പൊല്യൂഷൻ പഠിക്കണം, വാട്ടർ പൊല്യൂഷൻ പഠിക്കണം, എയർ പൊല്യൂഷൻ പഠിക്കണം. ഈ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ബയോ റെമഡിയേഷൻ, അതുപോലെ തന്നെ അമലിയോറേഷൻ, ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മൈക്രോബ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മൈക്രോബ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ബയോ റെമഡിയേഷൻ എന്നൊക്കെ പറയുന്നത്, ഏതൊക്കെ തരത്തിലുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. പിന്നെ മൈക്രോബയോളജി ഓഫ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ്, അതെല്ലാം നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് അത് ഡിസ്പോസൽ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് ഓർഗാനിക് വേസ്റ്റ്, കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, സീവേജ് ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് എഫ്ലുവൻറ്റ് മാനേജ്മെൻറ്റ്, അതൊക്കെ നമ്മൾ എക്സ്ട്രാ പഠിക്കാനുള്ള ഒരു ടോപ്പിക്സ് ഒക്കെയാണ് കേട്ടോ. പിന്നെ മൈക്രോബിയൽ ബയോടെക്നോളജി, അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, മൈക്രോബിയൽ ബയോടെക്നോളജി എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റബോളൈറ്റ്സ്, നമുക്ക് ഓർഗാനിക് ആസിഡ് ഉണ്ടാകുന്നത്, ആൽക്കഹോൾ, ആൻറ്റിബയോട്ടിക്സ്, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നമ്മൾ പഠിക്കണം. പിന്നെ ഫെർമെൻറ്റർ ഡിസൈൻ ആൻഡ് ടൈപ്പ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത്, ബാച്ച്, ഫെഡ് ബാച്ച്, കണ്ടിന്യൂസ്. പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ഏതൊക്കെയാണ് വരുന്നത് ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രിയിൽ. പിന്നെ സിംഗിൾ സെൽ പ്രോട്ടീൻസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രോബയോട്ടിക്സ്, ഹോർമോൺസ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ പെസ്റ്റിസൈഡ്സ്. പിന്നെ എന്താണ് ഫൈറ്റോ റെമഡിയേഷൻ,
പിന്നെ നമുക്ക് ഫുഡ് മൈക്രോബയോളജി ആണ് ഇതിൽ വരുന്നത്. മൈക്രോബയോളജി ഓഫ് റോ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്. ഫെർമെൻറ്റഡ് ഫുഡ് ഏതൊക്കെയാണ്? വിനീഗർ, വൈൻ, സോർക്രോട്ട്, പിക്കിൾസ്, ചീസ്, യോഗട്ട്, അതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ ഫുഡ് പ്രിസർവേഷൻ പഠിക്കണം, ഫുഡ് കണ്ടാമിനേഷൻ പഠിക്കണം, ഫുഡ് സ്പോയിലേജ് പഠിക്കണം, ഫുഡ് ബോൺ ഇൽനെസ്സും ഇൻടോക്സിക്കേഷനൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫുഡ് ആർ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസംസ്, മൈക്രോഫ്ലോറ ഓഫ് മീറ്റ്, ഫിഷ്, എഗ്, ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ജ്യൂസ്, ഫ്ലോർ, ക്യാൻഡ് ഫുഡ്. ഇപ്പം കുറച്ച് കൂടുതലുണ്ട് ഫുഡ് മൈക്രോബയോളജി, അതെല്ലാം നമ്മൾ പഠിക്കണം. അതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ബയോഡീഗ്രേഡിങ് മൈക്രോ ഓർഗാനിസംസ്, സിംഗിൾ സെൽ പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ അല്ലേ. ഇനി സിംഗിൾ സെൽ പ്രോട്ടീൻ ഫോർ യൂസ് ആസ് ഫുഡ് ആൻഡ് ഫീഡ്. ഓക്കെ, പിന്നെ ബയോ ആക്റ്റീവ് ഫുഡ് ഏതൊക്കെയാണ്, പ്രോബയോട്ടിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൊഡക്ഷനും ഉണ്ട്, അതിൻ്റെ എങ്ങനെയാണ് അതൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ഏത് പ്രോബയോട്ടിക്സും നമ്മുടെ SCP ഒക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഇനി 6th യൂണിറ്റ്, ഇതാണ് ലാസ്റ്റ് യൂണിറ്റ്. ഇതെന്താണ്? മൈക്രോബിയൽ ജെനറ്റിക്സ്, ജീനോമിക്സ് ആൻഡ് GMOs. ഓക്കെ, ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. ജെനറ്റിക് മെക്കാനിസംസ്, അതായത് നമ്മുടെ ഒരു ജെനറ്റിക് മെക്കാനിസംസ് നമ്മൾ ഫുള്ള് പഠിക്കണം. നമ്മുടെ മൈക്രോബിയൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയയിലും ആർക്കിയയിലും വൈറസിലും ഒക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക് വേരിയേഷൻ, ജീൻ എക്സ്പ്രഷൻ, ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ മൈക്രോബയോളജി. ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ പഠിക്കണം. നമ്മുടെ RDNA ടെക്നോളജി നമ്മൾ ഫുള്ള് തന്നെ പഠിക്കണം. കാരണം നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി മൈക്രോബയോളജിയിലാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് തന്നെ മൈക്രോബയോളജി ആണല്ലോ, അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ആണല്ലോ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടി വരും, ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്. പിന്നെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ജെനറ്റിക്സ്, നമ്മുടെ DNA എന്താണ്, പ്രോട്ടീൻ എന്താണ്, RNA എന്താണ്, പിന്നെ നമ്മൾ മ്യൂട്ടേഷൻ, പല രീതിയിലുള്ള മ്യൂട്ടേഷൻ പഠിക്കണം. പിന്നെ ജെനറ്റിക് വേരിയേഷൻ പഠിക്കണം. പിന്നെ നമ്മൾ എങ്ങനെയാണ് മ്യൂട്ടേഷനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്, അത് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷനൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ പ്രോക്യാരിയോട്സിൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് നമ്മൾ പ്രോക്യാരിയോട്സ് മാത്രം പഠിച്ചാൽ പോരാ, യൂക്യാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസും കൂടി നമ്മളിവിടെ പഠിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ, ഓപ്പറോൺ മോഡൽ ആൻഡ് അതർ റെഗുലേറ്ററി മെക്കാനിസംസ് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോബിയൽ ജെനറ്റിക്സ് ഉണ്ടല്ലോ, ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ജീൻ ട്രാൻസ്ഫർ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ബാക്ടീരിയോഫേജ് പഠിക്കണം, ജെനറ്റിക് എക്സ്ചേഞ്ച്, പിന്നെ പ്ലാസ്മിഡ്, മൊബൈൽ ജെനറ്റിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ജീനോമിക് അനാലിസിസ് എന്താണ്, പിന്നെ ഇവിടെ ബയോ ഇൻഫോർമാറ്റിക്സ് നമ്മൾ ഫുള്ള് പഠിക്കണം. പിന്നെ നമ്മുടെ DNA എക്സ്ട്രാക്ഷൻ, പ്യൂരിഫിക്കേഷൻ, PCR, ജെൽ ഇലക്ട്രോഫോറസിസ്, DNA സീക്വൻസിങ് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ക്ലോണിംഗ് എക്സ്പെരിമെന്റ്സ് ഒക്കെ പഠിക്കണം. പിന്നെ CRISPR-Cas പഠിക്കണം, ജീനോം എഡിറ്റിംഗ്, ഓക്കെ, അതെല്ലാം റിലേറ്റഡ് ആണ്, അതൊക്കെ പഠിക്കണം. പിന്നെ ജെനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോ ഓർഗാനിസംസ്. ഇത്രയാണ് നമുക്ക് ARS പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിരിക്കും എക്സാമിനേഷൻ. സൈപ്രോയിൽ ക്ലാസ് ആരംഭിക്കുന്നു, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.